Hi, today we are going to learn about joints in human body. What is joints? The point of contact between bones, or we can say the point of contact between cartilages and bones. അതായത് ജോയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോണുകൾക്കിടയിലുള്ള ആ ഒരു സ്പേസ്, അതല്ലെങ്കിൽ കാർട്ടിലേജസിൻ്റെയും ബോണിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ജോയിൻസ്. നമ്മുടെ ബോഡിയിൽ 3 തരം ജോയിൻസ് ഉണ്ട്. ഒന്നാമത്തേത് ഫൈബ്രസ് ജോയിൻറ്റ്, രണ്ടാമത്തേത് കാർട്ടിലേജസ് ജോയിൻറ്റ്, മൂന്നാമത്തേത് സൈനവിൽ ജോയിൻറ്റ്. ഈ 3 ജോയിൻറ്റും പല പേരുകളിൽ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫൈബ്രസ് ജോയിൻറ്റ്, നമുക്ക് ആദ്യം ഫൈബ്രസ് ജോയിൻറ്റ് എന്താണെന്ന് പഠിക്കാം. ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ജോയിൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇമ്മോബിൾ ജോയിൻറ്റ്. അതിൻ്റെ മറ്റൊരു പേരാണ് സിനാത്രോസിസ്. അപ്പോൾ ഇത്രയും പേരുകൾ അറിയപ്പെടുന്ന ഒരു ജോയിൻ്റാണ് ഫൈബ്രസ് ജോയിൻറ്റ്. ഇമ്മോബിൾ ജോയിൻറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ജോയിൻറ്റ് എന്ന് പറയും. അതായത് ജോയിൻ്റ് ആണ്, പക്ഷെ അവിടെ മൂവ്മെൻറ്റുകളൊന്നുമില്ല. അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ സ്കള്ള്. നമ്മൾ സ്കള്ള് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ അപ്പർ പാർട്ട് ഓഫ് സ്കള്ള് മെയ്ഡ് ചെയ്തിട്ടുള്ളത് 8ഓളം ബോണുകൾ ഉപയോഗിച്ചിട്ടാണ്. ഫ്രണ്ടൽ, പാരിയേറ്റൽ, ടെമ്പോറൽ, ഓസിപിറ്റൽ, അങ്ങനെ 8ഓളം ബോണുകൾ കൂടി ചേർന്നിട്ടാണ് ഈ സ്കള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്കള്ളിലുള്ള ജോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സ്വീച്ചേഴ്സ് എന്ന് പറയാം. ഇതിൻ്റെ എൻഡിൽ കാണപ്പെടുന്ന സ്വീച്ചേഴ്സ് എന്ന് പറയാം. ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾ സ്കള്ള് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ടാണ് അതിനെ ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം അവിടെ മൂവ്മെൻറ്റുകളൊന്നും ഉണ്ടാവില്ല, നല്ല ഇങ്ങനെ ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫൈബ്രസ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഇമ്മോബിൾ ജോയിൻറ്റ് അതല്ലെങ്കിൽ ഫിക്സ്ഡ് ജോയിൻറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ജോയിൻ്റാണ് കാർട്ടിലേജസ് ജോയിൻറ്റ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ് ജോയിൻറ്റ്, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ആംഫിയറത്രോസിസ്. സോ ഇത്രയും പേരുകൾ അറിയപ്പെടുന്ന ഒരു ജോയിൻ്റാണ് കാർട്ടിലേജസ് ജോയിൻറ്റ്. കാർട്ടിലേജസ് റബ്ബർ കോട്ടിങ്. ഇപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഈ ബോണിൻ്റെ എൻഡിൽ കാണപ്പെടുന്ന ഒരു റബ്ബർ കോട്ടിങ് പലരും കഴിച്ചിട്ടുണ്ടാവും, അതാണ് കാർട്ടിലേജസ്. ഈ കാർട്ടിലേജസ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ നട്ടെല്ല്, ബാക്ക് ബോൺ, അതല്ലെങ്കിൽ വേർട്ടിബ്ര എന്നൊക്കെ പറയും. അഡൽട്ടായ ഒരു ഹ്യൂമൻ ബോഡിയിൽ 26ഓളം നട്ടെല്ലുകളുണ്ടാവും. ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. ഇത് ഇറഗുലർ ബോണാണ്. 26 ബോണും 26 ഷേപ്പാണ്. ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് കാർട്ടിലേജസ് വഴിയാണ്. ഇങ്ങനെ റബ്ബർ കോട്ടിംഗ് ആണ് ഇതിൻ്റെ അടിയിലൊക്കെ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലേജസ് ജോയിൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മളെ റിബ് കേജ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കെലറ്റൽ സിസ്റ്റം. അതിൽ എന്താണ് റിബ് കേജ്, ഹൗ മെനി ബോൺസ് ആർ ദർ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ 12 പെയർസ് ഓഫ് റിബ്സ് കൂടിച്ചേരുന്ന ഒരു കേജാണ് നമ്മളെ റിബ് കേജ്. ഈ ഇത്രയും റിബ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോൺ ഉണ്ട്, സ്റ്റേണം എന്ന് പറയും. ഈ സ്റ്റേണത്തിനാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേണത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കാർട്ടിലേജസ് വഴിയാണ്, റബ്ബർ കോട്ടിംഗ് വഴിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കാർട്ടിലേജസ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻ്റ് ആണ്. അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യില്ല, സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നട്ടെല്ലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയാനും ഒക്കെ പറ്റും, പക്ഷേ ഫ്രീ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് അല്ല ഈ കാർട്ടിലേജസ്. അത് റിബ്സ് കേജുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴൊക്കെ ആ ഒരു ചെറിയ അനക്കം, അതുപോലെ തന്നെ നമ്മൾ CPR ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അഡൽട്ടായ ഹ്യൂമൻ ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി 5 സെൻറ്റിമീറ്റർ വരെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അത്രയും കംപ്രഷൻ ചെയ്താലേ എങ്ങനെ പ്രസ് ആവുള്ളൂ ഈ ഏരിയ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജോയിൻ്റാണ് കാർട്ടിലേജസ് ജോയിൻറ്റ്. പിന്നെ അടുത്തൊരു ജോയിൻ്റാണ് സൈനോവിയൽ ജോയിൻറ്റ്. അതായത് ഫ്രീലി മൂവബിൾ ജോയിൻ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ പെർഫെക്റ്റ് ജോയിൻ്റ് എന്ന് പറയാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും അത് സൈനോവിയൽ ജോയിൻറ്റിൻ്റെ സഹായത്താലാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈനോവിയൽ ജോയിൻറ്റിൽ നമുക്ക് 6 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഈ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്നുള്ളത്. കാരണം അവർ ഈ വണ്ടിൻ്റെ ഒക്കെ പാർട്സുകൾ പല പാർട്സും കണ്ടിട്ടുണ്ട്, ഈ ബോൾ ആൻഡ് സോക്കറ്റ്. അതുപോലത്തെ ഒരു ജോയിൻ്റാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് നമുക്കൊരു ക്യാവിറ്റി ഉണ്ട്, ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്നൊക്കെ പറയും. ആ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോക്കറ്റാണ് ഇങ്ങനെ. അപ്പോൾ അതിൽ നമ്മളെ ഹ്യൂമറസിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോളാണ്. ആ ബോൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന
ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റിലും. അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്. അടുത്തൊരു ജോയിൻ്റാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജാഗിരി സന്ധി എന്നൊക്കെ പറയും. അതായത് ഈ ഡോറിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡോറ് നമ്മൾ എന്താ പറയുക, ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തുറക്കാനും പറ്റും അടക്കാനും പറ്റും. രണ്ട് മൂവ്മെൻറ്റ്, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ സൈഡിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഈ ജോയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഡിസ്ലൊക്കേഷനാണ്. അത് ചിലപ്പോൾ ഇവിടെ നല്ലൊരു സ്ട്രെയിന് അതല്ലെങ്കിൽ ഫ്രാക്ചർ വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എൽബോ ജോയിൻറ്റ് ആൻഡ് നീ ജോയിൻറ്റ്. അടുത്ത മൂന്നാമത്തെ ഒരു സൈനോവിയൽ ജോയിൻ്റ് ആണ് പിവറ്റ് ജോയിൻറ്റ്. ഒരു റൊട്ടേഷണൽ മൂവ്മെൻറ്റ് വരുന്ന ഒരു ജോയിൻ്റ് ആണ് പിവറ്റ് ജോയിൻറ്റ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പിവറ്റ് ജോയിൻറ്റിന് 2 മെയിൻ എക്സാമ്പിൾസാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ നെക്കിലാണ്, അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ്. നമ്മുടെ ഈ വെർട്ടിബ്ര, അതായത് നട്ടലിൻ്റെ ഫസ്റ്റ് ബോൺ അറ്റ്ലസ്, സെക്കൻഡ് ബോൺ ആക്സിസ്. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റിൽ പിവറ്റ് ജോയിൻറ്റുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നെക്ക് ടുവേഴ്സ് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ്, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പിവറ്റ് ജോയിൻറ്റിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ദ ജോയിൻറ്റ് ബിറ്റ്വീൻ അൾന ആൻഡ് റേഡിയസ്. അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു റൊട്ടേറ്റഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ 2 എക്സാമ്പിൾസ് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു ജോയിൻ്റാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഗ്ലൈഡിങ് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ദ ജോയിൻറ്റ്സ് ബിറ്റ്വീൻ കാർപ്പൽസ് ഓർ ടാർസൽസ്. നമ്മൾ ഈ അൾന റേഡിയസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് എന്താ പറയുക, കാർപ്പൽസ്. കൈയിൻ്റെ കേസിൽ കാർപ്പൽസ്, കാലിൻ്റെ കേസിൽ ടാർസൽസ്. ഇപ്പോൾ കാർപ്പൽസിൽ ഏകദേശം 8ഓളം ബോൺ ഉണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ ടാർസിൽ, നമ്മൾ കാലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ 7 ബോണാണുള്ളത്. അപ്പോൾ ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാർപ്പൽസിൻ്റെയും അതുപോലെ തന്നെ ടാർസൽസിൻ്റെയും ഇടയ്ക്കുണ്ടാവുന്ന ജോയിൻറ്റിനെയാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ജോയിൻ്റാണ് സാഡിൽ ജോയിൻറ്റ്. സാഡിൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി ആക്സിയൽ ജോയിൻറ്റ് എന്ന് പറയാം. സാഡിൽ ജോയിൻറ്റിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ തംഫിംഗറിലെ ഈ ജോയിൻറ്റ്, മെറ്റാകാർപ്പൽ ജോയിൻറ്റ് ഓഫ് തമ്പ്. അതായത് ദി മെറ്റാകാർപ്പൽ ജോയിൻറ്റ് ഓഫ് തമ്പിൽ നമുക്ക് മൾട്ടി ആക്സിയൽ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലെക്ഷൻ ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, റൊട്ടേഷൻ, അല്ലേ? അങ്ങനെ പല മൂവ്മെൻറ്റും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു ഷോൾഡർ ജോയിൻറ്റ്, അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, അവിടെയും നമുക്ക് റൊട്ടേഷനൊക്കെ ചെയ്യാൻ പറ്റും, റൈറ്റ്? ആ ജോയിൻ എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ആണ് ഇത്. പക്ഷേ ബോൾ ആൻഡ് സോക്കറ്റുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഒരു ജോയിൻ്റ് ആണ് മെറ്റാകാർപ്പൽ ജോയിൻറ്റ് ഓഫ് തമ്പ്. ഇത് സൈനോവിയൽ ജോയിൻറ്റിലെ അവസാനത്തെ ഒരു ജോയിൻ്റ് ആണ് കോണ്ടിലോയിഡ് ജോയിൻറ്റ്. ഈ കോണ്ടിലോയിഡിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ മെറ്റാകാർപ്പോഫറഞ്ചസ് ജോയിൻറ്റ്. ഒരു ബൈ ആക്സിയൽ ജോയിൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് ഒക്കെ പഠിച്ചല്ലേ, വിജാഗിരി സന്ധി എന്നൊക്കെ പറയും, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ. അതായത് ഒറ്റ ആക്സിസിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. മെറ്റാകാർപ്പോഫറഞ്ചസ് ജോയിൻറ്റിൽ അത് ബൈ ആക്സിയലാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാൻ പറ്റും, 2 മൂവ്മെൻറ്റ്. അപ്പോൾ 2 മൂവ്മെൻറ്റുകൾ വരുന്ന ബൈ ആക്സിയൽ മൂവ്മെൻറ്റുകൾ വരുന്ന ജോയിൻ്റാണ് കോണ്ടിലോയിഡ് ജോയിൻറ്റ്. കോണ്ടിലോയിഡ് ജോയിൻറ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മെറ്റാകാർപ്പോഫലഞ്ചസ് ജോയിൻറ്റ്. സീ ദ മൂവ്മെൻറ്റ് ആൻഡ് സൈഡ് ഓൾസോ വി ക്യാൻ ഡു. സോ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.